ആകാശ് ഗാർഡ്സിനോട് വിളിച്ച് ട്രാവലർ വേണമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞതും ട്രാവലർ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. സ്റ്റാലിൻ തൃശ്ശൂർ തന്നെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അതിന് വേണ്ട പേയ്മെൻറ്റും ചെയ്തു. ആ കാര്യം സെറ്റാക്കി. അങ്ങനെ രാവിലെ 10 മണിയോടെ അവരെല്ലാവരും ഡോർ പൂട്ടി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഇന്ന് പോകുമെന്നുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യമായതെല്ലാം ബലരാമൻ കാറിൽ വെച്ചിരുന്നു. പിള്ളേരും അനിതയും പാക്ക് ചെയ്ത് വെച്ച ബാഗെല്ലാം എടുത്ത് ആദ്യം ട്രാവലറിൽ കൊണ്ടുപോയി വെച്ചു. ശിവേട്ടാ! ട്രാവലറിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ദേവു മെല്ലെ ധ്രുവനെ വിളിച്ചു. ധ്രുവ് ദേവുവിൻ്റെ അടുത്തേക്ക് വന്നു. അവളോട് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു. എന്താടി നീ ഇവിടെ ഒളിച്ചു നിൽക്കുന്നേ? വണ്ടിയിലേക്ക് കയറുന്നില്ലേ? ധ്രുവ് മെല്ലെ ചോദിച്ചു. ശിവേട്ടാ, നമുക്ക് ട്രാവലിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒരു സീറ്റുണ്ടല്ലോ, അത് മതി, ദേവു പറഞ്ഞു. അതെന്തിനാ അഞ്ജു? ധ്രുവ് ചിരിയോടെ ചോദിച്ചു. എനിക്ക് അവിടെയാ ഇഷ്ടം, നമുക്ക് അത് മതി. ശിവേട്ടൻ അങ്ങനെ പറയണം കേട്ടോ, ദേവു പറഞ്ഞു. ശരി, നീ വന്നേ കുഞ്ഞാ, ധ്രുവ് പറഞ്ഞു. അങ്ങനെ ധ്രുവനും ദേവുവും ബാക്കിയുള്ളവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നിന്നു. എന്താടി നീയും നിന്റെ ഭർത്താവും കൂടെ പ്ലാൻ ചെയ്തത്? മീനു ചോദിച്ചു. നിന്നെ കൊല്ലാനുള്ള പ്ലാനിങ് ആയിരുന്നു മീനു, അല്ലേ ശിവേട്ടാ? ദേവു പറഞ്ഞു. ഇവളെ കൊല്ലാനാണോ? നമുക്ക് പോണ വഴി വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്കിടാം, ധ്രുവ് പറഞ്ഞു. ഇച്ചായ, ഇവർ പറയുന്നേ നോക്കിക്കേ, മീനു പറഞ്ഞു. ഡാ ധ്രുവ, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോകും, സ്റ്റാലിൻ പറഞ്ഞു. ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ വണ്ടിയിലേക്ക് കയറി പിള്ളേരെ, അനിത പറഞ്ഞു. അങ്ങനെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി. ആദ്യത്തെ സീറ്റിൽ അർജുൻ കയറിയിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ അനിതയും അതിന് പിന്നിൽ ബലരാമനും പ്രീതിയും ഇരുന്നു. അതിന് ബാക്കിലായി ആദിയും വിന്ദയും, അതിന് പിന്നിലായി സ്റ്റാലിനും മീനുവും ഇരുന്നു. ഏറ്റവും ലാസ്റ്റ് സീറ്റിലായിരുന്നു ധ്രുവനും ദേവുവും ഒപ്പം ഇരുന്നത്. ആ വണ്ടി പോട്ടെ റൈറ്റ്, അർജുൻ പറഞ്ഞു. വണ്ടി ഒരു ഞെരുക്കത്തോടെ സ്റ്റാർട്ടായിക്കൊണ്ട് ഗേറ്റ് കടന്ന് ചീറിപ്പാഞ്ഞുകൊണ്ട് പോയി. ദേവു വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. അവൾ പുറത്തു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. വണ്ടി പോകുന്ന സ്പീഡിൽ അടിക്കുന്ന കാറ്റിൽ ദേവുവിൻ്റെ തലമുടി പാറിപ്പറന്ന് ധ്രുവൻ്റെ മുഖത്തേക്ക് ആവുന്നുണ്ട്. അവനാണെങ്കിൽ ദേവുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കി തിരിഞ്ഞ് ദേവു കാണുന്നത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ധ്രുവനെയാണ്. ഒരു മിനിറ്റ് അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണിൽ തറച്ചു നിന്നു. അഞ്ജു, ധ്രുവ് മെല്ലെ വിളിച്ചു. ഒരു മൂളലാണ് ദേവുവിൽ നിന്ന് വന്നത്. ധ്രുവ് ദേവുവിൻ്റെ മുടിയിഴകളെ ഒതുക്കി വെച്ചുകൊണ്ട് ആ കുഞ്ഞു മുഖത്തേക്ക് അങ്ങനെ കുറേ നേരം നോക്കിയിട്ടിരുന്നു പോയി. ശിവേട്ടാ, ദേവു മെല്ലെ വിളിച്ചു. എന്താടി? ധ്രുവ് മെല്ലെ ചോദിച്ചു. എന്താ എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നേ? കുറേ നേരമായല്ലോ, ദേവു ചോദിച്ചു. അതോ, നിന്റെ കുഞ്ഞു മുഖമാണ് കുഞ്ഞാ. അതിലെ ആ കുഞ്ഞു മുഖവും കുഞ്ഞു ചുണ്ടും എല്ലാം കുഞ്ഞേതാണ്. എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് അഞ്ജു, അതുകൊണ്ട് നോക്കിയിരുന്നതാ, ധ്രുവ് പറഞ്ഞു. ആണോ? ദേവു ധ്രുവൻ്റെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചുകൊണ്ട് മെല്ലെ ചോദിച്ചു. അതെ അതെ, ധ്രുവൻ ചിരിയോടെ പറഞ്ഞു. ശിവേട്ടന് എന്നെ ഇഷ്ടാണോ? ദേവു ചോദിച്ചു. ഇഷ്ടാണ്, ധ്രുവ് പറഞ്ഞു. അതായത് പ്രേമമാണോ എന്ന്? ദേവു ചോദിച്ചു. നിനക്ക് എന്നെ ഇഷ്ടാണോ അഞ്ജു? ധ്രുവ് ചോദിച്ചു. അതെ, ദേവു പറഞ്ഞു. എത്ര ഇഷ്ടാണ്? ധ്രുവ് ചോദിച്ചു. അങ്ങനെ എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല, അത്രയും ഇഷ്ടമാണ്. എനിക്ക് ശിവേട്ടനോടുള്ള ഇഷ്ടത്തിന് കണക്കിടാൻ പറ്റില്ല, അത്രയും ഇഷ്ടമാണ്, ദേവു പറഞ്ഞു. അതുപോലെ തന്നെയാണ് അഞ്ജു എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. പ്രണയം എന്നത് മാത്രമല്ല, അതും കഴിഞ്ഞ് അതിന് മുകളിലാണ്, ധ്രുവ് പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഈ ഇഷ്ടം ഇങ്ങനെ തുടങ്ങിയത്? എന്നോട് പറഞ്ഞില്ലല്ലോ, ദേവു ചോദിച്ചു. പറഞ്ഞിട്ടെന്തിനാ? നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ഒരു തരി പോലും ഇഷ്ടമല്ലാതെ ഞാൻ ഈ താലി നിൻ്റെ കഴുത്തിൽ കെട്ടിയില്ലോ അഞ്ജു, ധ്രുവ് പറഞ്ഞു. ദേവു ഒന്ന് മൂളി. എല്ലാം ഞാൻ പറയാം, അതിനുള്ള സമയമാവട്ടെ, എന്നിട്ട് പറയാം, ധ്രുവൻ പറഞ്ഞു. മെല്ലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ദേവു ധ്രുവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് മീനു. സ്റ്റാലിൻ ഫോണിൽ കാര്യമായിട്ട് എന്തോ പണിയിലാണ്. അവൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെല്ലാം മാറ്റിക്കൊടുത്തുകൊണ്ട് മീനു അവൻ്റെ കവിളിൽ ഒന്ന് തലോടി വിട്ടു. ഇച്ചേ, മീനു മെല്ലെ വിളിച്ചു. സ്റ്റാലിൻ മൊബൈലിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ഒരു ചിരിയോടെ മീനുവിനെ നോക്കി. എന്തേ മീനു? സ്റ്റാലിൻ ചോദിച്ചു. ഫോൺ മാറ്റിവെക്ക് ഇച്ചേ, എനിക്ക് ബോറടിക്കുന്നു, എന്നോട് സംസാരിക്കേ, മീനു പറഞ്ഞു. സംസാരിക്കാലോ. സ്റ്റാലിൻ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് മീനുവിന് നേരെ തിരിഞ്ഞിരുന്നു. ഇച്ചേ, ഇപ്പോൾ എന്താ ഫോണിൽ ചെയ്തുകൊണ്ടിരുന്നേ? നല്ല തിരക്കിലായിരുന്നല്ലോ, മീനു ചോദിച്ചു. അതെ മീനു, അതെൻ്റെ ഓഫീസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയൽ മെയിൽ ചെയ്യുമായിരുന്നു, സ്റ്റാലിൻ പറഞ്ഞു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതിനെന്താ ഇച്ചേ മാറ്റി വെച്ചത്? മീനു ചോദിച്ചു. എനിക്ക് നീയാണ് മീനു ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ മീനു സ്റ്റാലിൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആ കവിളിൽ അമർത്തി ചുംബിച്ചു. മീനു, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. എന്തേ ഇച്ചേ? മീനു മെല്ലെ വിളി കേട്ടു. എനിക്ക് കുറേ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മീനുവിനെ, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്, സ്റ്റാലിൻ പറഞ്ഞു. ഒരു ദിവസം തന്നെ എൻ്റെ ഇച്ഛ എത്ര വട്ടമാണെന്നോ എന്നോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്നത്? കുറേ വട്ടം പറയണമെന്നുണ്ട്, എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന്, മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ മീനു? സ്റ്റാലിൻ ഒരു ചിരിയോടെ ചോദിച്ചു. അതെ, കുറേ വട്ടം പറയുന്നുണ്ട് ഇച്ഛ എന്നോട് ഇഷ്ടമാണെന്ന്, മീനു പറഞ്ഞു. അതെനിക്ക് എൻ്റെ മീനുവിനെ കുറേ ഇഷ്ടമായതുകൊണ്ടല്ലേ, സ്റ്റാലിൻ പറഞ്ഞു. അതെനിക്കറിയാം, മീനു പറഞ്ഞു. സ്റ്റാലിൻ ചിരിച്ചു.
ഇച്ചേ, തൃശ്ശൂർ തന്നെയല്ലേ ഗുരുവായൂർ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? മീനു ചോദിച്ചു. കൃഷ്ണനെ കാണാൻ ആണോ മീനു? സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, എനിക്ക് കണ്ണനെ കാണണം. അവിടേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കല്ലേ? മീനു പറഞ്ഞു. അതെ, ഗുരുവായൂർ കണ്ണനെ കാണാൻ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരനെ ഒരു പൊടിക്ക് അഹങ്കാരമില്ലേ എന്നൊരു ഡൗട്ട്. സ്റ്റാലിൻ പറഞ്ഞു. ദൈവദോഷം പറയില്ലേ ഇച്ചേ, കണ്ണൻ പാവമാണ്. ഈ വടക്കുന്നാഥനിലേക്ക് പോയ ശേഷം നമുക്ക് പോവാം ഗുരുവായൂരിലേക്ക്. മീനു പറഞ്ഞു. ആഹാ, പോവാം. ഗുരുവായൂർ അടിപൊളി സ്ഥലമാണ്. അവിടെ പണ്ട് ഒരു ആനയുണ്ടായിരുന്നു, ഗുരുവായൂർ കേശവൻ. സ്റ്റാലിൻ പറഞ്ഞു. അതെനിക്കറിയാം, പക്ഷേ കേശവൻ ചെരിഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യാനാ? മീനു പറഞ്ഞു. നമുക്കൊരു ആനയെ വാങ്ങിയാലോ മീനു, ഒരു കുഞ്ഞാനയെ. സ്റ്റാലിൻ പറഞ്ഞു. ഇച്ചായന് തലയ്ക്ക് സുഖമില്ലാതെ ആയോ, ആനയെ വാങ്ങിയാലോ എന്ന്? മീനു പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ, പക്ഷേ എൻ്റെ മീനു ഒന്ന് പറയുവാണ്, സിംഹത്തിനെ വരെ ഞാൻ വാങ്ങിയിട്ട് വരും. സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. അയ്യോ, അത് നമ്മളെ തിന്നില്ലേ ഇച്ചായ? മീനു ഒരു പേടിയോടെ ചോദിച്ചു. അതിന് തിന്നാൻ നമ്മൾ വേറെ ഫുഡ് കൊടുത്താൽ മതി മീനു. സ്റ്റാലിൻ പറഞ്ഞു. ആണോ? പക്ഷേ കുറേ ഫുഡ് വാങ്ങി കൊടുക്കേണ്ടി വരും. സിംഹം വലുതല്ലേ? മീനു പറഞ്ഞു. കുഞ്ഞീതുണ്ടാകും, പിന്നെ അത് വലുതാവുന്നതാണ് മീനു. സ്റ്റാലിൻ പറഞ്ഞു. സിംഹം വേണ്ട, നമുക്കൊരു കുഞ്ഞു പപ്പിക്കുട്ടിയെ വാങ്ങാം, അതാ നല്ലത്. മീനു പറഞ്ഞു. ഓക്കെ, വാങ്ങിത്തരാട്ടോ. സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒരു ചിരിയോടെ സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. അവൻ അവിടെ ചേർത്ത് പിടിച്ചു. ആദിയുടെ തോളിൽ തലവെച്ച് കിടക്കുവാണ് വിന്ദ. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദിയുടെ തോൾ നനഞ്ഞു. ഷോൾഡറിൽ തട്ടിയ നനവറിഞ്ഞതും ആദി പെട്ടെന്ന് തന്നെ വിന്ദയുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി മിത്ര? ആദി വിന്ദയുടെ മുഖം കയ്യിലായി എടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, സന്തോഷം കൊണ്ടാ. വിന്ദ ഒരു പുഞ്ചിരിയോടെ ആദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ സന്തോഷം കൊണ്ടാണോ കരയുന്നത്? നീ കാര്യം പറഞ്ഞേ. ആദി പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ദേവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കണ്ടതും ഇഷ്ടപ്പെട്ടതും ഇഷ്ടം പറഞ്ഞതും പ്രണയിച്ചതും എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക. ഇപ്പോൾ ദേവേട്ടൻ്റെ പേരെഴുതിയ താലി, ഈ ജീവിതം, ഈ യാത്ര, ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറമാണ്. ആ സന്തോഷ കണ്ണീരാണിത്. വിന്ദ പറഞ്ഞു. ആദ്യ ഒരു പുഞ്ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വിന്ദയുടെ നെറ്റിയിൽ മെല്ലെ അമർത്തി ചുംബിച്ചു. അങ്ങനെ ഒരു 5 മണിയോടെ അവർ എയർപോർട്ടിൽ എത്തിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് വിഷമം നിറഞ്ഞു. ബലരാമനും പ്രീതിയും അവരുടെ ബാഗ് എടുത്തുകൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. കൂടെ തന്നെ അജുവും ആദിയും ധ്രുവനും സ്റ്റാലിനും പിന്നെ ആകാശും വേദയും വിന്ദയും ദേവും മീനുവും അനിതയും അവരുടെ ഒപ്പം ഇറങ്ങി. എയർപോർട്ടിലേക്ക് കയറി നിന്നുകൊണ്ട് ബലരാമനും പ്രീതിയും മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മേ, അച്ഛാ. അജു ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ഇതാ അജു നിന്നോട് വരണ്ട എന്ന് പറഞ്ഞത്, ഇങ്ങനെ കൊച്ചുകുട്ടികളെപ്പോലെ ആവല്ലേ. ബലരാമൻ പറഞ്ഞു. മോനെ അജു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഞങ്ങൾ അങ്ങ് പോയി പെട്ടെന്ന് വരും. പ്രീതി പറഞ്ഞു. അജു അവരിൽ നിന്നും മാറി നിന്ന് ആദിക്ക് വിഷമമുണ്ട് എങ്കിലും അച്ഛനും അമ്മയ്ക്കും വിഷമമാവാതിരിക്കാൻ വേണ്ടി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ അച്ഛനും അമ്മയും തിരിഞ്ഞു നടന്നു. ഒരു കരച്ചിൽ അവിടെ ഉണ്ടാക്കാൻ സമ്മതിക്കാതെയാണ് അവർ അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നത്. അച്ഛനും അമ്മയും കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ എല്ലാ മക്കളും അവിടെ തന്നെ നിന്നിരുന്നു. ആദിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് ധ്രുവൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. വിന്ദ ആദിയുടെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു. ആദി ഒന്ന് പുഞ്ചിരിച്ചു. അവർ പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. ആദി ഒരു ചിരിയോടെ പറഞ്ഞു. അജു, നീ ഇങ്ങനെ ശോകമടിച്ച് നിൽക്കല്ലേ, നീ ഇതുപോലെ നിൽക്കുന്നത് കാണാൻ രസമില്ല. സ്റ്റാലിൻ അജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് ചിരിക്കടാ, ആകാശ് പറഞ്ഞു. അജു ഒന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റാലിനെയും ആകാശിനെയും നോക്കി. അവൻ്റെ ചിരി കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഓക്കെ ആയി. നമുക്ക് പോവാം മക്കളെ, അനിത ചോദിച്ചു. പോവാം, പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, വിശക്കുന്നുണ്ട്. ദേവു പറഞ്ഞു. നമുക്ക് കഴിക്കാം ദേവു. ആദി പറഞ്ഞു. എന്നാ വാ, ട്രിപ്പ് റീസ്റ്റാർട്ട്. അർജുൻ പറഞ്ഞു. അതോടെ ഒരു ചിരിയോടെ എല്ലാവരും ട്രാവലറിൽ കയറി ഇരുന്നിടത്ത് തന്നെ പോയി ഇരുന്നു. വണ്ടി സ്റ്റാർട്ടായി മുന്നോട്ട് പോവാൻ തുടങ്ങി. അതോടുകൂടെ മീനു പോയി എല്ലാവരുടെയും നടുക്ക് നിന്നു. നമുക്ക് വൈബാവാം, മീനു വിളിച്ചു പറഞ്ഞു. ഞാൻ റെഡി. അർജുൻ മീനുവിൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരും കൂടെ നിന്ന് ഒരു പാട്ട് പാട്. ദേവു പറഞ്ഞു. പിന്നെന്താ മീനെടുത്തി, ഞാൻ റെഡി. അർജുൻ പറഞ്ഞു. ഞാൻ എപ്പോഴേ റെഡി, മീനുവും പറഞ്ഞു. അതോടെ എല്ലാവരും കേൾക്കാനായി മീനുവും അർജുനും മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് പാടാനായി റെഡിയായി നിന്നു. 1, 2, 3 സ്റ്റാർട്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു. 2 പേരും പാടി നിർത്തി. എല്ലാവരും കൈയടിച്ചു. ആ കയ്യടി കണ്ട് 2 എണ്ണവും അങ്ങ് പൊങ്ങി കയറിപ്പോയി. ഓ, ഞാൻ വിചാരിച്ചത് ഇവൻ മാത്രമാണ് ദുരന്തമെന്ന്, ഇവളും സെയിം ആണ് എന്ന് ഇപ്പോൾ മനസ്സിലായി. ദേവു വിളിച്ചു പറഞ്ഞു. ഈ ദേവേടത്തി ഫുൾ നെഗറ്റീവ് മൈൻഡാണ് മീനു എടത്തി. അജു പറഞ്ഞു. അതേ എടി ദേവു പിശാശേ, കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. മീനു വിളിച്ചു പറഞ്ഞു. നീ പോടി കുട്ടിച്ചാത്തി. ദേവുവും വിളിച്ചു പറഞ്ഞു.
വാ എല്ലാവരും വാ, നമുക്കൊരു ഡാൻസ് കളിച്ചാലോ, വാ എല്ലാവരും വാ, അജു പറഞ്ഞു. അങ്ങനെ പാട്ടിട്ടതും മീനുവും അജുവും കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവരുടെ ഡാൻസ് കണ്ട് വിന്ദയും ദേവും വേദയും കൂടെ ഡാൻസ് കളിക്കാൻ ചെന്നു. അതോടെ കളർ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ആയിരുന്നു. അതോടെ അവിടെ ഇരുന്ന ആൺപിള്ളേരും വന്ന് ഡാൻസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ആ വണ്ടി കുലുങ്ങുന്ന തരത്തിലായി. അജു എല്ലാം വീഡിയോ എടുത്തു. ദേവും മീനുവും കൂടെ അനിതയെയും ഡാൻസ് കളിക്കാൻ കൈപിടിച്ചു കൊണ്ടുപോയി. അതോടെ അനിതയും ആ പിള്ളേരുടെ കൂടെ 2 സ്റ്റെപ്പ് ഇട്ടു. അതോടെ ഡാൻസ് ഒന്നുകൂടി വൈബായി. എല്ലാവരും ആ വണ്ടിയിൽ നിന്ന് അങ്ങ് തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ദേവും ധ്രുവനും ഒരുമിച്ച് ഡാൻസ് കളിച്ചു. ആൺപിള്ളേർ ഡാൻസ് കളിക്കുന്നത് കണ്ട് കിളി പോയി നിൽക്കുമായിരുന്നു പെൺപിള്ളേർ. അങ്ങനെ രാത്രി 10 മണിയോടെ അവർ തൃശ്ശൂർ എത്തി. എന്നാൽ ഇനിയുമുണ്ട് റിസോർട്ടിലേക്ക് ദൂരം. അങ്ങനെ അവർ അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഡാൻസ് കളിച്ചത് കൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് അവർ വീണ്ടും യാത്ര തുടങ്ങി. ക്ഷീണം കാരണം ദേവു ധ്രുവൻ്റെ തോളിൽ തലവെച്ചുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോയിരുന്നു. അവൾ നല്ല ഉറക്കത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ധ്രുവൻ മെല്ലെ അവളെ അവിടെ ഒരു സൈഡിലേക്കായി ചാരിക്കിടത്തി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെന്നു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, ധ്രുവ് മെല്ലെ പറഞ്ഞു. അതോടെ എല്ലാവരും അവനെ ശ്രദ്ധിച്ച് കേൾക്കാനായി തുടങ്ങി. ധ്രുവ് അജുവിൻ്റെ അടുത്തിരുന്നു. നിങ്ങൾക്കറിയാലോ എൻ്റെയും ദേവുവിൻ്റെയും കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന്. താലി കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ദേവു തൻ്റെ കല്യാണം കഴിഞ്ഞതെന്ന കാര്യം അറിയുന്നത്. ധ്രുവ് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേടാ, ഇതെന്തിനാ ഇപ്പോൾ പറയുന്നത്? ആദി ചോദിച്ചു. അതല്ലടാ, ഇന്ന് അവൾ എന്നോട് പറഞ്ഞു ദേവുവിന് ഒരു വലിയ ആഗ്രഹമുണ്ടെന്ന്, വടക്കുംനാഥൻ്റെ മുന്നിൽ വെച്ച് കല്യാണം വേണമെന്ന്. അപ്പോൾ അത് നടത്തി കൊടുത്താലോ, ഒരു സർപ്രൈസ് ആയിട്ട് എങ്ങനെയുണ്ടാകും? ധ്രുവ് ചോദിച്ചു. ഓ, ഭാര്യയ്ക്ക് വേണ്ടി സർപ്രൈസ്? അജു പറഞ്ഞു. അതെ, ദേവുവിൻ്റെ വലിയ ആഗ്രഹമാണ് വടക്കുംനാഥൻ്റെ അമ്പലത്തിൽ വെച്ചുള്ള കല്യാണം. അങ്ങനെ എത്ര വട്ടം അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ മീനു? വിന്ദ പറഞ്ഞു. കുഞ്ഞാറ്റ പറഞ്ഞത് ശരിയാ, മീനുവും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നടത്താം. എന്താ സ്റ്റാലിൻ? ആകാശ് ചോദിച്ചു. പിന്നല്ലാതെ, ഞങ്ങളുടെ പെങ്ങളുടെ ആഗ്രഹമല്ലേ, സെറ്റാക്കി കൊടുക്കാം, സ്റ്റാലിൻ പറഞ്ഞു. അല്ല പിന്നെ, ആദ്യം പറഞ്ഞു. പക്ഷെ നാളെ തന്നെ വേണമെങ്കിൽ അതിനുള്ള മറ്റു പല സൗകര്യങ്ങളും വേണ്ടേ? മീനു ചോദിച്ചു. അമ്പലത്തിൻ്റെ കാര്യവും കല്യാണ സെറ്റപ്പും ഞാൻ ഏറ്റു മക്കളെ, ആദ്യം പറഞ്ഞു. ഡ്രസ്സ് പിന്നെ ഓർണമെൻറ്റ്സ്, താലി, പൂമാല, കാർ അങ്ങനെയുള്ളത് ഞാൻ ഏറ്റു, സ്റ്റാലിൻ പറഞ്ഞു. ഫോട്ടോഗ്രാഫ്, വീഡിയോ ഷൂട്ട് അതെല്ലാം ഞാൻ ഏറ്റു. ഇതൊക്കെ നാളെ തന്നെ സെറ്റ്, ആകാശ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ ദേവുവിന് ഒരു സർപ്രൈസ് ആവും ഇതെല്ലാം, മീനു പറഞ്ഞു. അല്ലാതെ പിന്നെ നിങ്ങളെപ്പോലെയുള്ള ഭർത്താക്കന്മാരെ കിട്ടിയ ഈ പെൺപിള്ളേർ ഭാഗ്യം ചെയ്തവരാണ്, അനിത പറഞ്ഞു. സത്യം അതാണ് ഞാനും പറയാൻ വന്നത്. പിന്നെ എൻ്റെ ഭാര്യയും ഭാഗ്യവതിയാണ്, അജു പറഞ്ഞു. ഓ, അതിന് നിനക്ക് ഭാര്യ വന്നതിന് ശേഷം അവൾ പറയട്ടെ, ധ്രുവ് പറഞ്ഞു. അവൾ പറയും, ഇല്ലെങ്കിൽ പറയിപ്പിക്കും, അജു ഒരു ചിരിയോടെ പറഞ്ഞു. നീ പോയി ദേവുവിൻ്റെ അടുത്തിരുന്നോ ധ്രുവ, ഞങ്ങളെല്ലാം സെറ്റാക്കാം, ആദി പറഞ്ഞു. അതെ, ചെന്നോ, സ്റ്റാലിനും പറഞ്ഞു. അതോടെ ധ്രുവൻ ഒരു ചിരിയോടെ ദേവുവിൻ്റെ അടുത്തേക്ക് തന്നെ പോയിരുന്നു. സ്റ്റാലിനും ആകാശും ആദിയും നാളത്തേക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചു. 1 മണിക്കൂറിനുള്ളിൽ അവർ ബുക്ക് ചെയ്ത റിസോർട്ട് എത്തിയിരുന്നു. അതിൻ്റെ മുന്നിൽ അവരെ കാത്തിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ധ്രുവൻ ദേവുവിനെ വിളിച്ചുണർത്തി. കണ്ണു തിരുമ്മിക്കൊണ്ട് ദേവു എഴുന്നേറ്റു. ധ്രുവനെ ഉറക്കപ്പിച്ചിലൊന്ന് നോക്കി. ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തോ? ദേവു ചോദിച്ചു. കുഞ്ഞാ, നമ്മൾ റിസോർട്ടിലെത്തി, നമുക്ക് റൂമിൽ പോയി ഉറങ്ങാം, ധ്രുവ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് എത്തിയോ? ദേവു ചോദിച്ചു. എത്തി, നീ വന്നേ, വിന്ദ വന്നിട്ട് വിളിച്ചു. അതോടെ ദേവു ധ്രുവൻ്റെ കൈ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സർ, എൻ്റെ പേര് ദാസ്. സാർ ബുക്ക് ചെയ്ത റിസോർട്ടാണിത്. ഇവിടെ ഡ്രൈവർക്കടക്കം മൊത്തം 10 ബെഡ്റൂമുണ്ട്. എല്ലാത്തിനും AC ഉണ്ട്, ഹീറ്ററുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഒരു അരമണിക്കൂറിനുള്ളിൽ നല്ല ഹോംലി ഫുഡ് നിങ്ങളുടെ ഹാളിലെത്തും, ദാസ് പറഞ്ഞു. ഓക്കെ താങ്ക്സ്, പക്ഷേ ഇപ്പോൾ ഫുഡ് വേണ്ട, ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ അയാൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. സ്റ്റാലിൻ ഡ്രൈവർക്കുള്ള റൂം കാണിച്ചു കൊടുത്തിട്ട് അവരെല്ലാവരും അകത്തേക്ക് കയറി. എല്ലാവരും അവരവരുടെ സാധനങ്ങളായി റൂമിലേക്ക് വേഗം തന്നെ പോയി. കാരണം എല്ലാവർക്കും നല്ല പോലെ ക്ഷീണമുണ്ടായിരുന്നു. ദേവും ധ്രുവനും റൂമിലെത്തിയതും ദേവു ഓടിപ്പോയി ആ കട്ടിലിൽ ചെന്ന് കിടന്നു. ധ്രുവ ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് കിടന്നു. ദേവു, നാളെ നിനക്ക് പ്രിയപ്പെട്ട വടക്കുംനാഥൻ്റെ ആ നടയിൽ പോകും, ധ്രുവ് മെല്ലെ പറഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ശിവേട്ടൻ തന്നെയാണ്. ആ ഒരു കാര്യം മാത്രമേ പ്രിയപ്പെട്ടതായിട്ടുള്ളൂ. വേറെ എല്ലാത്തിനോടും സാധാരണ ഇഷ്ടമാണ്. അതുപോലെ വടക്കുംനാഥനോടും ഭക്തിയാണ്. ദേവ് ധ്രുവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് മെല്ലെ പറഞ്ഞു. അവൻ്റെ ആ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു.